ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലേക്ക് തത്സമയം കടക്കുകയാണ്. ഏറ്റവും പുതിയ കോവിഡ് സാഹചര്യങ്ങളും ബ്ലാക്ക് ഫംഗസ് ബാധ അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുമെന്നാണ് കരുതുന്നത്. തത്സമയ സംപ്രേഷണത്തിലേക്ക് ഇന്ന് 29,673 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 1,33,558 പരിശോധനകളാണ് നടന്നത്. മരണപ്പെട്ടവർ 142 ഉണ്ട്. ആകെ ചികിത്സയിലുള്ളത് 3,06,346 പേരാണ്. ഇന്ന് രോഗമുക്തരായവർ 41,032 പേരാണ്. കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 23.3%. കഴിഞ്ഞ 24 മണിക്കൂറിൽ അത് 23.18%. മലപ്പുറത്താണ് കൂടുതൽ TPR. മറ്റ് ജില്ലകളിൽ കുറഞ്ഞു വരുന്നുണ്ട്. ആക്റ്റീവ് കേസുകൾ എല്ലാ ജില്ലകളിലും കുറഞ്ഞു വരുന്നുണ്ട്. കോവിഡ് വ്യാപനം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിലവിലുള്ള ലോക്ക്ഡൗൺ മെയ് 30 വരെ നീട്ടാൻ തീരുമാനിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ ജില്ലകളിൽ മലപ്പുറം ഒഴികെ കോവിഡ് TPR 25% താഴെയാവുകയും ആക്റ്റീവ് കേസുകൾ കുറയുകയും ചെയ്തു. അത് പരിഗണിച്ച് എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം ഈ ജില്ലകളിൽ നാളെ രാവിലെ മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒഴിവാക്കും. മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ തുടരും. മലപ്പുറം ഒഴിച്ച് എല്ലാ ജില്ലകളിലും ലോക്ക്ഡൗൺ ഇന്നത്തെ നിലയിൽ തുടരുകയും ചെയ്യും. മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി TPR കുറഞ്ഞതല്ല അനുഭവം. അത് പ്രത്യേകം പരിശോധിക്കുകയുണ്ടായി. അവിടെ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. പോലീസ് സംവിധാനം കുറേ കൂടി ജാഗ്രതയോടെ നീങ്ങണമെന്നാണ് കണ്ടിട്ടുള്ളത്. ADGP ലോ ആൻഡ് ഓർഡർ മലപ്പുറത്ത് പോയി കാര്യങ്ങൾ അവലോകനം ചെയ്യും. പോലീസ് IG മലപ്പുറത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പോസ്റ്റൽ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് എന്നിവിടങ്ങളിലെ ഫീൽഡ് ജീവനക്കാരെ വാക്സിനേഷനുള്ള മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം തുറമുഖ ജോലിക്കാർ,
സീഫെയർമാർ അവരെയും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. വിദേശത്ത് ജോലിക്കായോ പഠനത്തിനായോ പോകുന്നവർക്ക് വാക്സിനേഷൻ നിർബന്ധമാണെങ്കിൽ അത് നൽകാൻ സംവിധാനമുണ്ടാക്കും. ഇതിൽ സ്കോളർഷിപ്പിൻ്റെ ഭാഗമായി പോകേണ്ടതുണ്ടെങ്കിൽ അവരെയും പരിഗണിക്കും. വിദേശത്ത് പോകുന്നവർക്ക് ചിലർക്ക് ഈ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ വേണ്ടതുണ്ട്. അപ്പോൾ അത് പ്രത്യേകം അപേക്ഷ നൽകിയാൽ ആ രീതിയിൽ പാസ്പോർട്ട് നമ്പർ കൂടി ചേർത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകും. ബ്ലാക്ക് ഫംഗസ് ചികിത്സയുടെ കാര്യത്തിൽ ആവശ്യമായ മരുന്ന് അതിൻ്റെ ലഭ്യത ഇവിടെ ഉറപ്പാക്കും. അത് സംബന്ധിച്ച് ബോധവൽക്കരണവും സംഘടിപ്പിക്കും. ബ്ലാക്ക് ഫംഗസ് നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ രോഗം വർദ്ധിച്ചിട്ടില്ല. അതായത് കോവിഡിന് മുൻപുള്ള നിരക്കിനേക്കാളും കൂടുതൽ വർദ്ധിക്കുന്ന നിലയുണ്ടായിട്ടില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് ആരോഗ്യരംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. രോഗം വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള ബോധവൽക്കരണം സംഘടിപ്പിക്കും. മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസസിലെ ശാസ്ത്രജ്ഞർ കോവിഡ് ചികിത്സക്കുള്ള ഒരു മരുന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കോവിഡ് വൈറസുകൾ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത് തടഞ്ഞ് വൈറസുകളുടെ പെരുകൾ തടയുന്ന ആൻറ്റി വൈറൽ മരുന്നാണിത്. ഇതിന് ഡ്രഗ് കൺട്രോൾ ജനറലിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അമിതമായി ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികളുടെ ഓക്സിജൻ ആശ്രയത്വം കുറക്കാൻ ഈ മരുന്ന് സഹായിക്കും. ഈ മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. മരുന്നിൻ്റെ 50,000 ഡോസിനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഓർഡർ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ജൂണിൽ അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാക്സിനുകളുടെ കാര്യത്തിൽ ഇവിടെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം സംഘടിപ്പിക്കാൻ വാക്സിൻ ഉൽപ്പാദക മേഖലയിലെ വിദഗ്ധരുമായി സർക്കാർ ചർച്ച നടത്തി വരികയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ക്യാമ്പസിൽ വാക്സിൻ കമ്പനിയുടെ ശാഖ ആരംഭിക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. ഈ മേഖലയിലെ വിദഗ്ധർ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ശാസ്ത്രജ്ഞർ ഇവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വെബിനാർ നടത്തി ഇക്കാര്യത്തിൽ ധാരണയിലെത്തും. എല്ലാ ആദിവാസി കോളനികളിലും അവശ്യ സാധനങ്ങൾ കിട്ടുമെന്ന് ഉറപ്പാക്കുന്നത്
ജില്ലാ കളക്ടർമാർ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി അവശ്യ സാധനങ്ങൾക്ക് വേണ്ടി കോളനികളിൽ നിന്ന് ആദിവാസികൾ പുറത്തു പോകുന്നത് ഈ ഘട്ടത്തിൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് കോളനികളിൽ തന്നെ അവശ്യ സാധനങ്ങൾ എത്തിക്കുക, അതിന് ശ്രദ്ധിക്കണമെന്നാണ് കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം അധ്യയന വർഷം ആരംഭിക്കാനാവുകയാണ്. പാഠപുസ്തകങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ആ പാഠപുസ്തകങ്ങൾ വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ ഈ ഘട്ടത്തിൽ പ്രയാസമില്ലാതിരിക്കണം. അതിന് ഈ ഘട്ടത്തിൽ പാഠപുസ്തകങ്ങൾ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് അവശ്യ സർവീസാക്കും. ഇപ്പോൾ സമയബന്ധിതമായി പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും. ഇപ്പോൾ കൃഷിക്കാർ വിത്തിറക്കുന്ന സമയമാണ്. ചില പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിത്തിറക്കാൻ പോകുന്ന കൃഷിക്കാർക്കും കർഷക തൊഴിലാളികൾക്കും ആവശ്യമായ സൗകര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. അപ്പോൾ അതിന് പ്രത്യേക ഇളവ് നൽകുകയാണ്. വിത്തിറക്കാനും കൃഷിപ്പണിക്കുമായിട്ട് പോകുന്നവർ ആ പോകുന്ന ഉദ്ദേശം വ്യക്തമാക്കിക്കൊണ്ടുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തിയൊരു സർട്ടിഫിക്കറ്റ് അവരവർ തന്നെ എഴുതി കടലാസിൽ എഴുതി കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. വേറെ പാസിന് പോയി അവർ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു ദിവസത്തെ കോവിഡ് കേസുകൾ ഏകദേശം 2.5 ലക്ഷമാണ്. മരണസംഖ്യ 3700 അടുത്തായിരിക്കുന്നു. അപ്പോൾ രാജ്യത്തെ പൊതുസ്ഥിതി ആശ്വസിക്കാവുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി ഇത് വെച്ച് കാണണം. ഇപ്പോഴും രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് നമ്മുടേതുമാണ്. കർണാടകയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് 28,869 കേസുകളാണ്. മരണം 548 പേരാണ്. മഹാരാഷ്ട്രയിൽ 29,911 കേസുകൾ, 738 മരണങ്ങൾ. തമിഴ്നാട്ടിൽ 35,579 കേസുകൾ, 397 മരണങ്ങൾ. ഇതാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവസ്ഥ. ഇത്തരമൊരു സ്ഥിതി ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ തുടക്കം മുതൽ ശ്രമിക്കുന്നത്. രോഗവ്യാപനത്തിൻ്റെ വേഗത കുറച്ച് നിർത്താൻ സാധിക്കുന്നതിനാലാണ് മരണസംഖ്യ കുറയുന്നത്. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ രോഗം പെട്ടെന്ന് തന്നെ കുത്തനെ കൂടുകയും തുടർന്ന് കുറയുകയും ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ആ പ്രക്രിയ സാവകാശമാണ് സംഭവിക്കുന്നത്. പക്ഷെ നാം കാണേണ്ട ഒരു കാര്യം, കേസുകളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും
വരും ദിവസങ്ങളിൽ കേരളത്തിൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മെയ് 12-നായിരുന്നു രണ്ടാമത്തെ തരംഗത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 43,529 പുതിയ രോഗികളാണ് അന്നുണ്ടായത്. ആ തരത്തിൽ ആ ദിവസങ്ങളിലുണ്ടായ രോഗബാധ മൂർച്ഛിക്കുകയും തൽഫലമായ മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴാണ്. അതിനാലാണ് രോഗവ്യാപനം കുറഞ്ഞിട്ടും മരണസംഖ്യ ആദ്യത്തേക്കാളും ഉയർന്നിരിക്കുന്നത്. ഇന്ന് രേഖപ്പെടുത്തുന്ന മരണങ്ങളിൽ ഭൂരിഭാഗത്തിനും കാരണമായ രോഗബാധയുണ്ടായിരിക്കുന്നത് 2 മുതൽ 6 ആഴ്ച വരെ മുൻപായിരിക്കാം. അത്രയും ദിവസങ്ങൾ മുൻപ് രോഗബാധിതരായവരിൽ പലർക്കും രോഗം ശക്തമാവുകയും ഓക്സിജനും വെന്റിലേറ്ററുകളുമൊക്കെ കൂടുതലായി ആവശ്യം വരികയും ചെയ്യുക ഈ ദിവസങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് വെന്റിലേറ്ററുകൾ, ഓക്സിജൻ ലഭ്യത, ICU കിടക്കകൾ ഇവയെല്ലാം ഉണ്ടെന്ന് ഓരോ ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ അടിയന്തരമായി ഉറപ്പാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർണായകമായ 3 ആഴ്ചകളാണ് നമുക്ക് മുൻപിലുള്ളത് എന്ന് എല്ലാവരും ഓർമ്മിക്കണം. കാലവർഷം കടന്നു വരാൻ പോവുകയാണ്. ഡെങ്കിപ്പനി 3-4 വർഷം കൂടുമ്പോൾ ശക്തമാകുന്ന സ്വഭാവമുള്ള പകർച്ചവ്യാധിയാണ്. ഇതിനു മുൻപ് ഡെങ്കിപ്പനി വ്യാപകമായ തോതിൽ ബാധിച്ചത് 2017-ലാണ്. അതിനാൽ ഈ വർഷം ആ രോഗം വീണ്ടും ശക്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തുറന്നുള്ള എല്ലാ ഞായറാഴ്ചകളും ഡ്രൈ ഡേ ആയിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുവേ അത് ആചരിച്ചതാണ്. നല്ല രീതിയിൽ ഡ്രൈ ഡേ ആചരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനം വെള്ളം കെട്ടിക്കിടക്കുന്നത്, അത് വീട്ടിനകത്തായാലും പുറത്തായാലും ഫ്രിഡ്ജിനകത്തുള്ള ട്രെയിലായാലും അത് ഒഴിവാക്കുകയും വൃത്തിയാക്കുകയും വേണം. അതോടൊപ്പം കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ, അതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നല്ല മുൻകൈ എടുക്കണം. റെസിഡൻഷ്യൽ അസോസിയേഷനുകളും പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. ആ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്ക് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയും. അതോടൊപ്പം ഓരോ കുടുംബവും ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ട് ഏറ്റെടുത്ത് വിട്ടുവീഴ്ചയില്ലാതെ കാര്യങ്ങൾ നിറവേറ്റാൻ തയ്യാറാവണം. നാം മനസ്സിലാക്കേണ്ട കാര്യം, അടച്ചിട്ട മുറികളിലാണ് ഏറ്റവും എളുപ്പത്തിൽ കോവിഡ് വ്യാപിക്കുക എന്നതാണ്. ഇത് പല പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ
എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ചില മുറികൾ AC മുറികളെന്ന നിലക്ക് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ AC സ്ഥാപിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട അത്തരം മുറികളിൽ പലപ്പോഴും ആവശ്യത്തിന് വായുസഞ്ചാരം ഉണ്ടാകില്ല. അപ്പോൾ ചിലർ AC പ്രവർത്തിപ്പിക്കാതിരിക്കും. അതുകൊണ്ട് മാത്രം കാര്യമുണ്ടാകില്ല. അതോടൊപ്പം ഫാനുകളും വായു പുറന്തള്ളാൻ സഹായിക്കുന്ന എക്സോസ്റ്റ് ഫാനുകളും ഉപയോഗിക്കേണ്ടതുണ്ട്. ലോക്ക്ഡൗൺ കാലത്തൊക്കെ പ്രവർത്തിക്കേണ്ടി വരുന്ന വർക്ക് ഫ്രം ഹോം സംവിധാനങ്ങൾ പ്രായോഗികമല്ലാത്ത മാധ്യമ സ്ഥാപനങ്ങൾ പോലുള്ളവ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇപ്പോൾ തടസ്സമില്ല. നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾക്കും പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് ജോലിയും വരുമാനവും ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. കോവിഡ് ബാധിച്ച് വീടുകളിൽ കഴിയുന്നവർ പുറത്തു പോകാതെ നോക്കുന്നതിന് നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കഴിയുന്നവർ വീടുകളിൽ തന്നെ ഉണ്ടോ എന്നുറപ്പാക്കുന്നതിനായി പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഫോൺ ചെയ്ത് വിവരം അന്വേഷിക്കുന്ന സംവിധാനം നടപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ലോക്ക്ഡൗൺ സമയത്ത് ജീവൻ രക്ഷാ മരുന്നുകൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് എത്തിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ എത്തിച്ച് നൽകുന്നതിന് പോലീസ് ഏർപ്പെടുത്തിയ സംവിധാനം വളരെ വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ്. പോലീസ് ആസ്ഥാനത്തെ ഹൈവേ അലർട്ട് സെല്ലിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഹൈവേ പെട്രോൾ വാഹനങ്ങൾ മുഖേന ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മരുന്നെത്തിക്കുന്നത്. കോവിഡിൻ്റെ രണ്ടാം വ്യാപന ഘട്ടത്തിൽ വീണ്ടും ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ 2 ആഴ്ച കൊണ്ട് 910 പേർക്ക് മരുന്നെത്തിച്ചു. കോവിഡ് കാലത്ത് ഒറ്റക്ക് കഴിയുന്ന വയോജനങ്ങൾ മാനസികമായി ഏറെ സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. ഇങ്ങനെ ഒറ്റക്ക് കഴിയുന്നവർക്കായി ആശ്വാസം നൽകുന്നതിന് പ്രശാന്തി എന്ന ഹെൽപ്പ് ലൈൻ സംവിധാനം പോലീസിൻ്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മാനസികോല്ലാസം പകർന്നു നൽകുന്നതിനായി ചിരി എന്നൊരു ഹെൽപ്പ് ലൈൻ സംവിധാനം നടപ്പാക്കുകയും അതിലൂടെ കൃത്യമായി ഇടപെട്ട് വരികയും ചെയ്യുന്നുണ്ട്.
കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 8562 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4622 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 34,08,250 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളൊരു കാര്യം അറിയിക്കാനുണ്ട്. പ്രവാസികൾക്ക് ജീവിതകാലം മുഴുവൻ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രവാസി ഡിവിഡൻഡ് പദ്ധതിയുടെ ഈ വർഷത്തെ രജിസ്ട്രേഷന് ഇന്ന് തുടക്കമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മികച്ച പ്രതികരണമാണ് ഈ പദ്ധതിയോട് നമ്മുടെ പ്രവാസ ലോകം കാണിച്ചത്. മഹാമാരി സൃഷ്ടിച്ച ഈ പ്രയാസകാലത്തും ഡിവിഡൻഡ് പദ്ധതിയുടെ ലാഭവിഹിതം 10% സർക്കാർ നിലനിർത്തിയിട്ടുണ്ട്. അതിനായി സബ്സിഡി 0.7% വർദ്ധിപ്പിച്ചത്. കേരള പ്രവാസി ക്ഷേമ ബോർഡാണ് കിഫ്ബിയുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുന്നത്. നിക്ഷേപ സുരക്ഷയോടൊപ്പം പ്രവാസി കേരളീയർക്കും ജീവിത പങ്കാളിക്കും ആജീവനാന്തം പ്രതിമാസ സുരക്ഷിത വരുമാനം ഉറപ്പു നൽകുന്ന ഈ പദ്ധതിക്ക് വൻ സ്വീകരണമാണ് കഴിഞ്ഞ വർഷം പ്രവാസികൾ നൽകിയത്. ഇത്തവണയും അത് തുടരുമെന്ന് പ്രത്യാശിക്കുന്നു. പ്രവാസി ഡിവിഡൻഡ് പദ്ധതി എല്ലാ പ്രവാസികളും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചലച്ചിത്രതാരം മോഹൻലാലിൻ്റെ ജന്മദിനമായതുകൊണ്ട് അദ്ദേഹത്തിന് ജന്മദിനാശംസ നേരുന്നതിനായി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അറിയിച്ചൊരു കാര്യം, തൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ട്രസ്റ്റ് വിവിധ ആശുപത്രികളിലേക്കായി 200 കിടക്കകൾ സംഭാവന ചെയ്തതായി അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നമ്മുടെ ബാലസംഘം കൂട്ടുകാരുടെ സംഭാവന 23,33,836 രൂപ. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനായിരിക്കെ അന്തരിച്ച സഖാവ് പി ബിജുവിൻ്റെ മക്കളായ നയൻ, നീൽ എന്നിവരുടെ സമ്പാദ്യ കുടുക്കയിൽ നിന്നും 1,600 രൂപ. തിരുവനന്തപുരം നഗരസഭാ മേയറുടെ ഓഫീസിലെ ക്ലർക്കായ ഗിരീഷ് കുമാർ വിരമിക്കുന്നതുവരെ തൻ്റെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം 1000 രൂപ വീതം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി സമ്മതപത്രം നൽകി. പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 20,60,518 രൂപ. KSFE ഓഫീസേഴ്സ് യൂണിയൻ അംഗങ്ങൾ 16,12,755 രൂപ. വാകത്താനം ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ. പഞ്ചായത്ത് ഡയറക്ടറേറ്റിലെ ജീവനക്കാർ ആദ്യ ഗഡു 10,35,693 രൂപ. കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി 10 ലക്ഷം. തിമിരി സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം.
കാലടി ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് 10 ലക്ഷം. ബേഡെടുക്ക ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് 8,06,632 രൂപ. പെരുമണ്ണ ക്ലാരി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതവും ചേർത്ത് 7,90,600. മാനന്തവാടി ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 7,66,000. കോഴിക്കോട് ചേളന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 7,52,640. പനങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് 7,42,000. വടകര പുതുപ്പണം ഗവൺമെൻറ് JNM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ലാബ് അസിസ്റ്റൻറ്റും 5,40,418. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 5,36,000. തിരുവനന്തപുരം മാണിക്കൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 5,30,400. കരാർനഗം സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം. കൊല്ലം മങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം. DYFI എടക്കര ബ്ലോക്ക് കമ്മിറ്റി 75 യൂണിറ്റുകളിൽ നിന്ന് 4 ലക്ഷം. വൈക്കം കൊതവറ സർവീസ് സഹകരണ ബാങ്ക് 3,23,000. അങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ ആദ്യ ഗഡു 3,20,772. നീഴൂർ സർവീസ് സഹകരണ ബാങ്ക് 3,08,250. എരമംഗലം യു ബ്രദേഴ്സ് സ്ഥാപന ഉടമ നാസർ 2,50,000 രൂപ. സമഗ്ര ശിക്ഷ കേരള തൃശ്ശൂർ ജില്ലയിലെ കരാർ ദിവസവേതന ഓഫീസ് ജീവനക്കാരുടെ സംഘടനയായ KSEPEU 1,38,550. CPIM പടിയൂർ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ 1,01,650. ശ്രീനാരായണ ക്ലബ്ബ് തിരുവനന്തപുരം 1 ലക്ഷം. ബാലാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ P. സുരേഷ് 1 ലക്ഷം. പനമരം CHCയിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ സോമസുന്ദരൻ 1 മാസത്തെ ശമ്പളം. ചാക്ക അജന്ത പുള്ളി ലൈൻ റെസിഡൻസ് അസോസിയേഷൻ 75,000. നിലമേൽ കോലത്ത് വീട്ടിൽ റവറൻ ഡേവിഡ് അച്ഛൻ്റെ സ്മരണാർത്ഥം കോലത്ത് കുടുംബം 63,000. കൊല്ലം ഉളിയാകോവിൽ സ്വദേശിനി ജയഗീത മകളുടെ വിവാഹച്ചടങ്ങ് ചുരുക്കി 50,000. വെള്ളാവിലെ EV രാധ ടീച്ചർ 50,000. ഉദുമ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി 50,000. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സഹകരണ സംഘമായ കേരള സ്റ്റേറ്റ് സിഡ്കോ 50,000. മലപ്പുറം മൂക്കുതലയിൽ ഭാസ്കരൻ നമ്പ്യാർ 50,000. SK സരസാങ്കൻ ബാലരാമപുരം 40,000. KSSPU സ്റ്റേറ്റ് സെക്രട്ടറി ഉലഹന്നാൻ CT 33,339. രാജലക്ഷ്മി അമ്മ 30,000. പുതുപ്പള്ളി പുത്തൻപുരക്കൽ തോമസ് പോത്തൻ 25,000. പാട്ട്യംഗോപാലൻ സ്മാരക വായനശാല കതിരൂർ 25,000. പന്തളം NSS കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KN വിശ്വനാഥൻ നായർ 25,000. കൂടത്തായി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ 25,000. ചങ്ങരംകുളം സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ 22,000. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി 30-ാം വാർഡ് വികസന സമിതി 21,000. മലപ്പുറം മൂക്കുതല നവധാര തിയേറ്റേഴ്സ് 20,000. തൃശ്ശൂർ വരവൂരിലെ ഹരിഹരൻ VR 1 മാസത്തെ പെൻഷൻ തുക 16,498 രൂപ. മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അംഗങ്ങളും 16,000. AKRSA കേരള സർവകലാശാല ക്യാമ്പസ് കമ്മിറ്റി 15,000.
YMCA മലപ്പുറം യൂണിറ്റ് അംഗങ്ങൾ 15,000. പ്രമുഖ മുസ്ലിം പണ്ഡിതനും കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് മുഖ്യ ഇമാമുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ തൻ്റെ മകൻ്റെ നിക്കാഹ് ചടങ്ങ് ചുരുക്കി അതിനായി കരുതിയ 11,111 രൂപ. ഉറിയാക്കോട് ഡേവിഡ് സൺ ജയചന്ദ്രമതി ദമ്പതികൾ 10,000 രൂപ. കതിരൂരിലെ നവദമ്പതികളായ നീലിമ ആശിഷ് എന്നിവർ 10,001. കതിരൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ 10,000. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുളക്കുളം യൂണിറ്റ് 10,000. കെ വേലായുധൻകുട്ടി അഡീഷണൽ സ്റ്റാമ്പ് വെണ്ടർ മഞ്ചേരി 16,000. നിലമ്പൂർ കരുളായി കുഴലമുണ്ട ലക്ഷം വീട് കോളനി സ്വദേശിനി ഖദീജ കൂലിവേല ചെയ്ത് കിട്ടിയ 7,000 രൂപ. കണ്ണൂർ എടയന്നൂരിലെ സവിത ഒരു മാസത്തെ വരുമാനമായ 6,000 രൂപ. കാനോടത്തിൽ നാരായണിയമ്മ പെൻഷൻ തുകയിൽ നിന്നും 5,001. തൃശ്ശൂർ പുത്തൻപീടികയിലെ വിദ്യാർത്ഥികളായ ആൻവി ആൻജോ 4,486. എളമ്പിലാട് എടത്തിക്കുനി 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹുദാ നൗറിൻ സഹോദരൻ ഫാസ് നവാർ 2,110 രൂപ. കുറുമാത്തൂർ ആര്യവൈദ്യശാലയിൽ ജോലി ചെയ്യുന്ന ബീഹാർ സ്വദേശി ആസിഫ് 2,000. അരീക്കരയിലെ ശിവനന്ദ ആദ്യനന്ദ എന്നിവർ സമ്പാദ്യ കുടുക്കയിൽ നിന്ന് 1,571 രൂപ. ബഹ്റൈൻ കേരള സമാജം കാസർഗോഡ് ജില്ലയ്ക്ക് 69 ഓക്സിജൻ സിലിണ്ടറുകളും ഓക്സിമീറ്ററും കൈമാറിയിട്ടുണ്ട്. ജ്യോതി ലാബ്സ് ലിമിറ്റഡ് ഒരു RT-PCR മെഷീനടക്കം 30 ലക്ഷം രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രി കൈമാറിയിട്ടുണ്ട്. ദുബായ് പാരമൗണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ഉടമ കണ്ണൂർ സ്വദേശി പ്രേംചന്ദ് കുറുപ്പ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് 2 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും 250 പൾസ് ഓക്സിമീറ്ററുകളും നടുവിൽ പഞ്ചായത്തിലേക്ക് 40 ഓക്സിമീറ്ററുകളും കൈമാറി. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. നിർമ്മാണ മേഖലയ്ക്ക് കുറച്ച് ഇളവുകളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. പക്ഷേ ഈ നിർമ്മാണ സാമഗ്രികൾ വാങ്ങുന്ന ഈ സിമന്റ് മാർബിളൊക്കെ വാങ്ങുന്ന കടകൾക്ക് ഇളവില്ലാത്തതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വല്ലതും ആലോചിക്കുന്നുണ്ടോ? 1 ദിവസമോ 2 ദിവസമോ അങ്ങനെ തുറന്നു കൊടുക്കാൻ ആലോചിക്കുന്നത്? നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾക്ക് അത്തരം ഇളവ് കൊടുക്കാൻ നേരത്തെ ആലോചിച്ചതാണ്. അത് നിർദ്ദേശമായി വന്നിട്ടില്ലെങ്കിൽ ആ നിർദ്ദേശം നൽകാം. CM വകുപ്പ് വിഭജനം പൂർത്തിയാക്കി ഇന്നലെ എൻ്റെ വിജ്ഞാപനം ഇറങ്ങി. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് CM ആണ് കൈകാര്യം ചെയ്യുന്നത്. അതിനെ എതിർത്തും അനുകൂലിച്ചും വിവിധ സംഘടനകളുടെ പ്രസ്താവനയുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അതിനെ എതിർക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങ് കൈവശം വെച്ചു എന്നത് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സംഘടന സ്വാഗതം ചെയ്യുന്നു. എന്താണ് അത്തരമൊരു തീരുമാനം? ഞാൻ കണ്ടത് എല്ലാവരും സ്വാഗതം ചെയ്തതാണ്, എതിർത്തതല്ല ഞാൻ കണ്ടത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് പ്രത്യേകമായി ആശങ്കയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്ന നിലയാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം ലീഗ് അല്ലല്ലോ വകുപ്പ് നിശ്ചയിക്കുന്നത്. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ന്യൂനപക്ഷ വിഭാഗമാണ്. ആ മുസ്ലിം ജനവിഭാഗത്തിന് എന്നിൽ വിശ്വാസമുണ്ട് എന്നുള്ളത്, ഈ ഗവൺമെൻറ്റിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് മുസ്ലിം ലീഗിനല്ല മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അട്ടിപ്പേർ അവകാശം. അത് പേരിലേ ഉള്ളൂ, പേരിൽ മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഇത് ഒരു പൊതുവിലുള്ളൊരു ആലോചനയുടെ ഭാഗമായി മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. പ്രവാസി വിഭാഗം പിന്നെ മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്.
നാട്ടിലെ ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ കാര്യത്തിലും നല്ല നിലക്ക് കൈകാര്യം ചെയ്യുന്നതിന് മുഖ്യമന്ത്രി തന്നെ കയ്യിൽ വെക്കുന്നതാണ് നല്ലത് എന്നൊരു പൊതു അഭിപ്രായം വന്നു. അങ്ങനെയാണത്. ഈ ഒരു വിഭാഗം സഭാ നേതാക്കളൊക്കെ ഇത് ഈ വകുപ്പ് മറ്റൊരു വിഭാഗം ഇങ്ങനെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു പരാതി നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അത് CM-ന് ശ്രദ്ധ വന്നിട്ടുണ്ടാകും. CM ഇതിനു മുമ്പ് തന്നെ എല്ലാ വിഭാഗം ആളുകളോട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവർക്ക് കൊടുത്ത വാഗ്ദാനം മറ്റുമാണോ ഇത് CM തന്നെ എടുക്കാമെന്ന്? അല്ല, ഇങ്ങനെയൊരു വലിയ പരാതി ആ വകുപ്പിനെ പറ്റി ഉണ്ടായിട്ടേ ഇല്ല. ആ വകുപ്പ് നല്ല നിലക്ക് കൈകാര്യം ചെയ്തതാണ്. നേരത്തെ KT ജലീലായിരുന്നു ആ വകുപ്പ് കൈകാര്യം ചെയ്ത് ഫലപ്രദമായി തന്നെ കാര്യങ്ങൾ നീക്കിയിരുന്നു. അങ്ങനെ ഒരു പരാതിയേ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും രണ്ടാക്കിയത്. ഇത്തവണയും അങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് ഇത്തവണയല്ല, കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതായിരുന്നു. അതാണ് പിന്നീട് നടപ്പായത്. അതുകൊണ്ട് തന്നെ അത് നടപ്പാകുന്നേ ഉള്ളൂ തുടർച്ചയായിട്ട്. പിന്നെ ആ വകുപ്പിൻ്റെ വൈപുല്യം വെച്ചാൽ അത് തീർച്ചയായും വേണ്ട കാര്യമല്ലേ. ഈ ബ്ലാക്ക് ഫംഗസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആശങ്ക നിൽക്കുന്നു. ഇപ്പം മരുന്നിനെ പറ്റി ക്ഷാമമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ രോഗത്തിൻ്റെ സംസ്ഥാനത്തെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? മരുന്നിൻ്റെ ക്ഷാമമുണ്ടോ, ഷോർട്ടേജ് ഉണ്ടോ? നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബ്ലാക്ക് ഫംഗസിനെ പറ്റി നമ്മൾ പ്രചരിക്കുന്ന രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോൾ കോവിഡിന് മുൻപ് നമ്മുടെ നാട്ടിൽ ബ്ലാക്ക് ഫംഗസ് ഉണ്ട്. അതിനെ കവച്ചു വെക്കുന്ന രോഗനില ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ നേരത്തെ രോഗം ഇവിടെയുണ്ട്, അതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ മരുന്ന് സംവിധാനവും നമുക്കുണ്ട്. ഇനി എന്തെങ്കിലും പുതിയ മരുന്നുകൾ വരേണ്ടതുണ്ടെങ്കിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ആശങ്ക അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. മെഡിക്കൽ ഷോപ്പുകൾ ഇപ്പം തുറക്കുന്നുണ്ടല്ലോ, അവിടുത്തെ ഫാർമസിസ്റ്റുകൾക്ക് വാക്സിൻ നൽകാൻ എന്തെങ്കിലും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്തെങ്കിലും നടപടി സ്വീകരിക്കുക? മറ്റൊന്ന്, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള ജില്ലയിൽ, ഇപ്പം മലപ്പുറത്ത് മാത്രമേ ഇനി നാളെ മുതലുള്ളൂ, ആ ജില്ലയിൽ ചില ഇളവുകൾ കഴിഞ്ഞ ദിവസം ടെക്സ്റ്റൈൽസ് ഓൺലൈൻ അടക്കമുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചത് ആ ജില്ലയിലും കൂടെ അത് ഉൾപ്പെടുത്തിയിട്ടാണോ എന്നുള്ളതും കൂടെ. സാധാരണ നിലക്ക് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള സ്ഥലത്തും ഭക്ഷണം വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് ചില സാധനങ്ങൾ വീട്ടിലെത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അതിൻ്റെ ഭാഗമായി നൽകുക തന്നെ ചെയ്യും. ഫാർമസിസ്റ്റുകളുടെ കാര്യം എന്താണെന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കുക. ഒരുപാട് കോളുകൾ മാധ്യമ ഓഫീസുകളിലേക്ക് വരുന്നത്, ഒന്ന്, ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സും വർക്ക് ഫ്രം ഹോം ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ റിപ്പയറിങ് നടക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. മൊബൈൽ കടകൾ ഒന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ണടക്കടകൾ തുറക്കണമെന്ന് പ്രായമായവരവരെ വിളിച്ചു പറയുന്നുണ്ട്. ഈ രണ്ടിനും വല്ല സാധ്യതയുണ്ടോ? തൽക്കാലം സാധ്യതയില്ല. കാരണം ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണല്ലോ. ആ ബുദ്ധിമുട്ടുകൾ പരമാവധി എങ്ങനെ കുറക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ദിവസങ്ങൾ ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് പരമാവധി ആലോചിക്കാൻ പറ്റുന്നത്. ആകെ തുറക്കാൻ അനുമതി കൊടുത്താൽ പിന്നെ ലോക്ക്ഡൗൺ ഇല്ലല്ലോ. അപ്പോൾ അത്തരം സഹായങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് പ്രത്യേകമായി ആലോചിക്കാം. വിദേശത്തേക്ക് പോകുന്ന ആളുകളിൽ വാക്സിനേഷൻ നിർബന്ധമാക്കിയവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഈ കോവിഷീൽഡിന്റെ 2ാം ഡോസ് വാക്സിന്റെ സമയപരിധി വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്ന പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. CM കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിലൊരു ഇളവ് തേടി കേന്ദ്രത്തെ സമീപിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സമീപിച്ചിട്ടുണ്ടോ? അതിലേതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ നിലപാടുണ്ടോ? ഒപ്പം ഈ കേബിൾ ടിവിയുടെ വരി പിരിക്കാൻ പോകുന്ന ആളുകളെ ഈ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ ഏതിന് കേന്ദ്രത്തെ സമീപിക്കുമെന്ന് പറഞ്ഞു എന്നാ പറയുന്നത്? കോവിഷീൽഡിന്റെ 2ാം ഡോസ് എടുക്കാൻ 84 ദിവസമാണെന്നുള്ള സമയപരിധിയിലോ? അതെ. വിദേശത്തേക്ക് പോകാൻ പോകുന്ന ആളുകൾക്ക് പലരും ആ ഒരു സമയപരിധി 2ാം ഡോസ് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ ഇളവ് തേടി കേന്ദ്രത്തെ സമീപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അല്ല, അത് സാധാരണ നിലക്ക് അതിൻ്റെ ഗുണഫലത്തെ പറ്റിയാണ് പറയുന്നത്. അതിന് യഥാർത്ഥ ഗുണമുണ്ടാകുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ്. അപ്പോൾ അതിന് മറിച്ചൊരു കണ്ടെത്തൽ വരാതെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. 84 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ഗുണം ലഭിക്കുക എന്നതാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ അതിന് വളരെ മുൻപ് തന്നെ നടത്താമെന്നാണല്ലോ. അപ്പോൾ അതിന് പിന്നെ നമ്മൾ വേറൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അതാണ് അതിൻ്റെ അതാണ് ഇതിൻ്റെ വസ്തുത. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സ്റ്റാമ്പ് വിറ്റിട്ടാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവിടെ
21-ാം തീയതി വരെ ഇത്രയായിട്ടും ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടുമില്ല. വളരെ ചുരുങ്ങിയ വേതനമുള്ള ആളുകളാണ് കൂടുതലും അവിടെ ഉള്ളത്. അതിലെന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിയും? പക്ഷേ സ്റ്റാമ്പ് വിൽക്കണമെങ്കിൽ വലിയ തോതിൽ ഇടപാടുകൾ നടക്കണ്ടേ? ഒന്നിച്ച് വിൽക്കുന്നതല്ലല്ലോ. അത് ലോക്ക്ഡൗണിൻ്റെ ഒരു പ്രയാസം തന്നെയാണ് എന്ന നിലക്ക് കാണണ്ടേ. കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ അധികമായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ വാക്സിൻ കിട്ടാത്തത് കൊണ്ട് തന്നെ കോവിഡിന്റെ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോഡിയുടെ പടം ഒഴിവാക്കാൻ വേണ്ടി ജാർഖണ്ഡും ഛത്തീസ്ഗഡും തീരുമാനം എടുത്തിട്ടുണ്ട്. കേരളം അങ്ങനെ വല്ല ആലോചിക്കുന്നുണ്ടോ? ഇപ്പം നമുക്ക് വേണ്ടത് വാക്സിനാണ്. പടം ഉണ്ടാകുമോ പടം ഇല്ലേ എന്നുള്ളതൊന്നുമല്ല നമ്മുടെ പ്രധാന പ്രശ്നം. വാക്സിൻ എങ്ങനെ ലഭ്യമാക്കാനാവും, അതിന് നമ്മൾ നല്ല നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ വിവിധ മാർഗങ്ങളാണ് നമുക്ക് ഉള്ളത്. ഒന്ന് കേന്ദ്രം തരുന്നത്, മറ്റൊന്ന് നമ്മൾ വാങ്ങുന്നത്, വേറൊന്ന് സ്വകാര്യ മേഖല വാങ്ങുന്നത്, പിന്നൊന്ന് ഇറക്കുമതി. ഈ ഇറക്കുമതിക്കുള്ള നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. എത്ര കണ്ടാണ് ഫലപ്രദമാകുക എന്ന് ഇതൊക്കെ കണ്ടറിഞ്ഞ് അനുഭവിക്കേണ്ടതാണ്. പക്ഷേ എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കുകയാണ്. അതിൽ കേന്ദ്രം നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നതെല്ലാം തീരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. വേഗം തന്നെ അത് ലഭ്യമാക്കാനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചു പോകുന്നത്. കഴിഞ്ഞ തവണ ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ഈ തൊഴിൽ മേഖലയ്ക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു. ഇപ്പോൾ ക്ഷേത്രങ്ങളൊന്നും അടഞ്ഞു കിടക്കില്ല. ക്ഷേത്രകാരങ്ങൾ അനുഷ്ഠാന കലകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പലർക്കും ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ പല മേഖലയ്ക്ക് നമ്മൾ കഴിഞ്ഞ തവണ സഹായങ്ങൾ ചെയ്തിരുന്നു. ഇത്തവണ എന്തെങ്കിലും അത്തരം സഹായങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നേരത്തെ പ്രഖ്യാപിച്ച സഹായം ഓർമ്മയിലില്ലാന്ന് തോന്നുന്നു. ഈ ക്ഷേമനിധി പെൻഷനിൽ നിന്ന് ആനുകൂല്യമുള്ളവർക്ക് സഹായം പറഞ്ഞു. ആ ആനുകൂല്യമില്ലാത്ത കുടുംബങ്ങൾക്ക് അതിനും സഹായം പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും അതിൽ പെട്ടില്ലേ? തീർച്ചയായും അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഇസ്രയേലിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ മൃതദേഹത്തോട് ആദരവ് കാണിച്ചു, കുടുംബത്തോട്ട് ആരും വിളിച്ചില്ല തുടങ്ങിയ പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പാലസ്തീനോടുള്ള സർക്കാരിന്റെ ഐക്യദാർഢ്യമാണോ ഈ കുടുംബത്തോടുള്ള ഒരു അവഗണനയ്ക്ക് വേണ്ടി? ഇതൊക്കെ അസംബന്ധ പ്രചരണം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമാണ്. അതായത് നമ്മുടെ നാട്ടിൽ എന്തും വിളിച്ചു പറയാൻ തയ്യാറായി നടക്കുന്ന ചില അസംബന്ധ പ്രചാരകരുണ്ട്. മറ്റൊന്നും അവർക്ക് പറയാനില്ല. അതുകൊണ്ടാണ്. കാരണം ആ കുടുംബത്തിൻ്റെ വേദനയിൽ നമ്മുടെ നാടാകെ ഒന്നിച്ച് പങ്കെടുത്തതാണ്. അതിൽ ഞങ്ങളാണ് ആ കുടുംബത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് നടക്കാൻ നമ്മുടെ നാട്ടിലെ BJP നേതാക്കന്മാർ തയ്യാറായിട്ടുണ്ട്. അവരുടെ വാക്കുകളാണ് ഈ പറയുന്ന സ്വരത്തിലൂടെ കേൾക്കാൻ കഴിയുന്നത്. ഈ നാടാകെ ആ കുടുംബത്തിൻ്റെ വേദന പങ്കിട്ടതാണ്. ഇസ്രയേലിൻ്റെ നിലപാടിനോട് പൊതുവിലുള്ള വിയോജിപ്പ് നമ്മുടെ നാട്ടിലും രാജ്യത്തും ഉള്ളതാണ്. ഇവരുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാലസ്തീൻ്റെ പൊതുവായ കാര്യങ്ങൾ തള്ളിപ്പറയാൻ കഴിഞ്ഞു. ഇസ്രയേലിനോട് വലിയ അനുഭാവം വെച്ച് പുലർത്തുന്നവരല്ലേ. അവരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തള്ളിപ്പറയാൻ കഴിഞ്ഞോ? ഇസ്രയേലിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് പറയാൻ പറ്റിയോ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കരുത്. ഇതിനൊന്നും വളരെ തരംതാണ രീതിയിലുള്ള ഒരു പ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കരുത്. ആ കുടുംബത്തിൻ്റെ വേദനയിൽ നമ്മളെല്ലാവരും പങ്കുവഹിച്ചതാണ്. നാടാകെ ആ കുടുംബത്തോടൊപ്പവുമാണ്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. എന്നാൽ അതാണല്ലോ. അല്ല, അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പരിശോധിച്ചതാണ്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം നമുക്ക്.